Yes guys, Poco X3 GT എന്ന മോഡൽ ലോഞ്ച് ആയിരിക്കുകയാണ്. കറന്റ്ലി മലേഷ്യയിലാണ് ഇതിന്റെ ലോഞ്ചിങ് പരിപാടികൾ നടന്നിട്ടുള്ളത്. വൈകാതെ തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് X3 GT എന്ന മോഡലിന്റെ വിശേഷങ്ങളാണ്. ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ എന്തൊക്കെ ആയിരിക്കും ഇതിന്റെ സവിശേഷതകൾ, എത്രയായിരിക്കും ഇതിന്റെ പ്രൈസ് എന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപായിട്ടൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. സത്യത്തിൽ ചൈനയിൽ ഇറങ്ങിയിട്ടുള്ള റെഡ്മി നോട്ട് 10 Pro 5G എന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വേർഷൻ ആണ് ഈ ഒരു X3 GT എന്ന മോഡൽ. അതിന്റെ സെയിം ഡിസൈനും സ്പെക്കും കാര്യങ്ങളും ഒക്കെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ഇപ്പൊ ഡിസ്പ്ലേ തന്നെ നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ച് വലുപ്പമുണ്ട്. IPS LCD ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. 1080x2400 പിക്സൽ റെസൊല്യൂഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഉണ്ട്. പിന്നെ നിങ്ങളൊരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇപ്പൊ PUBG തന്നെ എടുത്ത് നോക്കിയാൽ അതിലെ ട്രിഗേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ നീക്കുന്ന സമയത്ത് വളരെ പെട്ടെന്നായിരിക്കും ഡിസ്പ്ലേയിൽ നിന്നുമുള്ള ആ ഒരു സ്ക്രീനിൽ നിന്നുമുള്ള റെസ്പോൺസ് ലഭിക്കുന്നത്. മില്ലി സെക്കൻഡ്സിലായിരിക്കും അതിങ്ങനെ ആ ഒരു എന്താ പറയുക, ആ റെസ്പോൺസ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് നല്ലതാണ്. ഇതിൽ വന്നിട്ടുള്ളത് 240 ഹെർട്സ് ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച ടച്ച് സാമ്പിളിംഗ് റേറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റി ലഭിക്കുമെന്ന് പറയാം. പിന്നെ റെഡ്മിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് പോലെയുള്ള അമോലി ഡിസ്പ്ലേ ഇതിൽ വരുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. കാരണം ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് ഭാഗമായിരിക്കും ഏറ്റവും മികച്ചതാക്കാൻ അവർ ശ്രദ്ധിക്കുന്നത്. എന്ന് വെച്ച് ഡിസ്പ്ലേ ഭാഗം ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഡീസെന്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് സ്പീക്കർസിന്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ എന്ന് ഞാൻ പറഞ്ഞു. സോ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി സീരീസിലെ 1100 എന്ന 5G ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. ഒക്ടാകോർ പ്രോസസർ ആണ്, 6 നാനോമീറ്റർ ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മാലി G77 MC9 ആണ് ഇതിലെ GPU. പിന്നെ UFS 3.1 ടൈപ്പ് സ്റ്റോറേജ് ആണ് വരുന്നത്. 8GB RAM 128GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 8GB RAM 256GB സ്റ്റോറേജ്. അങ്ങനെയുള്ള രണ്ട് വേരിയന്റുകളിലാണ് ഇത് ലഭിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, റാം മാറുന്നില്ല, സ്റ്റോറേജ് മാത്രമേ മാറുന്നുള്ളൂ. അവിടെ അങ്ങനെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്നുണ്ടെങ്കിൽ അതിൽ റാമിൽ 6GB RAM ഉൾപ്പെടുത്തുമോ എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഓക്കെ, 6ഓളം 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആയിട്ടുള്ള MIUI 12.5 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയമൻസിറ്റി 1100 എന്ന ചിപ്സെറ്റിന് എനിക്ക് തോന്നുന്നു നമ്മുടെ AnTuTu ബെഞ്ച്മാർക്ക് സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഞാൻ നോക്കിയ ചില വീഡിയോസിലൊക്കെ കണ്ടത് 5 ലക്ഷത്തിന് മേലെ 6 ലക്ഷത്തിനിടയിൽ ഉള്ള സ്കോർ വരുന്നുണ്ട് എന്നാണ്. സോ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു 5G ചിപ്സെറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് പെർഫോമൻസ് ഭാഗം നോക്കിയാൽ പറയാനുള്ളത്. സോ നമുക്ക് നേരെ ഇനി ക്യാമറയിലേക്ക് പോകാം. ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെതാണ്. മെയിൻ ലെൻസ് 64 മെഗാ പിക്സൽ ആണ്. സോ നമ്മുടെ X3 Proയിൽ എനിക്ക് തോന്നുന്നു X3 Proയിൽ 860 സ്നാപ്ഡ്രാഗൺ 860 ആണ് പ്രൊസസ്സർ വന്നത്. പക്ഷേ അതിലെ ക്യാമറ 48 മെഗാ പിക്സലേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതിൽ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ X3 Proയും ഈ X3 GTയും കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ കൂടിയിട്ടുണ്ട്. മെയിൻ ലെൻസിൻ്റെ പവർ കൂടിയിട്ടുണ്ട്, 64 മെഗാ പിക്സൽ ആയിട്ടുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ലെൻസ് എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിൻ്റെതാണ്. പിന്നെ 2MP മാക്രോ ലെൻസുമുണ്ട്. ടോട്ടലി 3 ക്യാമറയെ വരുന്നുള്ളൂ. എന്തായാലും ഒരു അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു 64 മെഗാ പിക്സലിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി പറയാൻ വിട്ടുപോയതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങളുണ്ട്, അതും കൂടി ഒന്ന് പറയാം. ഒന്നാമത്തേതാണ് ഇതിൻ്റെ സ്പീക്കർ. സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. സോ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അവിടെ ഇറങ്ങിയ ആ ഒരു മോഡൽ, അതായത് X3 GTയിൽ ഹെഡ്ഫോൺ ജാക്ക് നൽകിയിരുന്നില്ല, 3.5mm ജാക്ക് നൽകിയിരുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടേണ്ട ഹൈബ്രിഡ് സിം സ്ലോട്ട് അല്ല എന്ന് തോന്നുന്നു. 2 സിം മാത്രമേ ഇടാൻ പറ്റൂ എന്നാണ് തോന്നുന്നത്. സോ അതും ഈ രണ്ട് കാര്യങ്ങൾ ചെറിയൊരു ഡ്രോബാക്ക് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡാണെന്ന് പറയാം. ജാക്കുമില്ല, അതുപോലെ തന്നെ മെമ്മറി കാർഡും ഇടാൻ സാധിക്കില്ല. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുവന്നാൽ ഓക്കെ. കാരണം ഇത്ര ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന സ്മാർട്ട് ഫോണിന് 3.5mm ജാക്ക് ഇല്ല എന്നത് ഒരു എന്താ പറയുക, ഒരു സത്യത്തിലൊരു ഡ്രോബാക്ക് തന്നെയാണ്. ഓക്കെ, പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ
ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് വരുന്നില്ല, സൈഡ് മൗണ്ടഡ് ആണ് ഫിംഗർ പ്രിൻറ്റ്. ഓക്കെ, 5000 mAh ഒരു പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി വരുന്നുണ്ട്. അവിടെ ഇറങ്ങിയ ആ ഒരു മോഡലിൽ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കമ്പനി ഉൾപ്പെടുത്തിയിരുന്നു. ഏകദേശം 42 മിനിറ്റ് കൊണ്ട് അത് ഫുൾ ചാർജ്, അതായത് ഈ 5000 mAh ചാർജ് ചെയ്തെടുക്കുവാൻ സാധിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിരുന്നത്. അത് വളരെ മികച്ച ഒരു കാര്യമാണ്. ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് 20-25 ആ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും എന്തായാലും ഇതിന്. റേറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ 67 വാട്ട് ഫാസ്റ്റ് ചാർജർ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്, പറ്റാത്ത കാര്യമൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ റിയൽമിയുടെ ചില മോഡലുകളിലൊക്കെ കൊടുത്തിട്ടുള്ളതുമാണ്. സോ 67 വാട്ട് ഇവിടെ തന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എത്തുമ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും അത്. ഓക്കെ, പിന്നെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. നമ്മുടെ TV റിമോട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അതിന് ആവശ്യമായ IR ബ്ലാസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പോക്കോ X3 GT എന്ന മോഡലിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ ഒരു പക്ക ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ തന്നെ ആയിരിക്കും, അതായത് പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ തന്നെ ആയിരിക്കും X3 GT. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ ഉണ്ടാകും. ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8GB 128GB വേരിയൻറ്റിന് അവിടുത്തെ പ്രൈസ്, അതായത് മലേഷ്യൻ റിംഗിറ്റ്സ് എന്നാണെന്ന് തോന്നുന്നു അവിടുത്തെ പൈസയെ പറയുന്നത്. സോ MYR 1299 വരുന്നത്. ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 23,000 രൂപയ്ക്ക് അടുത്തുണ്ട്. 8GB 256GB വേരിയൻറ്റിന് 1599 MYR, അതായത് 28,000 രൂപയ്ക്ക് അടുത്താണ് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. സോ ഈ ഒരു കൺവേർട്ടബിൾ പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മികച്ച ഒരു ഓപ്ഷൻ തന്നെ ആയിരിക്കും പോക്കോയുടെ X3 GT. ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങൾ ഈ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതാണ്. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.